പിള്ളേർക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട സാധനമാണ് ടൊമാറ്റോ കെച്ചപ്പും ടൊമാറ്റോ സോസും ഒക്കെ. എന്നാൽ ഒരുപാട് വീടുകളിലും പുറത്തുനിന്ന് വാങ്ങിയാണ് ഉപയോഗിക്കാറ്. ഇതേ രീതിക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ പിള്ളേർ തീർത്തില്ല എന്നുണ്ടെങ്കിൽ 1 മാസം വരെ നമുക്ക് വെച്ചിരുന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം. പോകാം വീഡിയോയിലേക്ക്. 1 കിലോ തക്കാളി കഴുകി നുറുക്കിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 1/2 ഗ്ലാസ് വെള്ളവും ചെറിയ 4-5 വെളുത്തുള്ളിയും ഒരേ 1 ഗ്രാമ്പും ചേർത്ത് അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണമേ. 5 മിനിറ്റിൽ തന്നെ സംഗതി നന്നായിട്ട് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കി തണുപ്പിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം. എത്ര വേവിച്ചു കഴിഞ്ഞാലും അരച്ചു കഴിഞ്ഞാലും തക്കാളിയുടെ കുരു അരയണമെന്നില്ല. അപ്പോൾ ആ തൊലിയും അരിയും വേർതിരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മൾ അരിച്ചെടുത്ത തക്കാളി വീണ്ടും പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം എരിവ് കുറഞ്ഞ മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഒരേ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല കളറും കിട്ടും. തക്കാളി നന്നായി തിളച്ച് കുറുകി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ കടകളിൽ നിന്നും വാങ്ങുന്ന സെയിം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. നന്നായി കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് ആ ടൊമാറ്റോ കെച്ചപ്പിന്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ശേഷം തണുപ്പിച്ച് ടിന്നിലടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ 1 മാസം വരെ നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. Download ShareChat.